പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗ്ഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങ് ഒരുമിച്ച് അങ്ങയുടെ പാദത്തിൽപ്പെട്ടായിരിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ജീവനുള്ള ദേശത്ത് അങ്ങ് ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. ഈ പകൽ ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹമാക്കി തീർക്കണമേ. കൂടി വന്ന് ഞങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ആരാധന അനുഗ്രഹമായി അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു. തുറന്നും സഹായിച്ചാൽ കൃപയോണം നിറയ്ക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ട ദൈവമായിരിക്കാൻ സ്തോത്രം, മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട റൈറ്റ് റവറൻ തോമസ് സാമുവൽ തിരുമേനി, ഈ ഇടവ വികാരിയായിരിക്കുന്ന റവറൻ CY തോമസ് അച്ഛൻ, ഈ ഇടവയുടെ അംഗമായിരിക്കുന്ന വെറി റവറൻ TO ഉമ്മനച്ഛൻ, അതുപോലെ തന്നെ BBSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളും, കോയർ അംഗങ്ങളും, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, വോളണ്ടിയേഴ്സ്, കുഞ്ഞുങ്ങൾ, വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. ഈ വർഷം ഇവിടെ തോലശ്ശേരി ഇടവയിൽ വരുവാനും BBSുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കാൻ ദൈവം എനിക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ തോലശ്ശേരി ഇടവയുമായിട്ട് തന്നെ ചില വർഷങ്ങളായിട്ടുള്ളൊരു പരിചയവും ബന്ധവും എനിക്ക് തന്നെ ഉണ്ട്. കാരണം പല ആവർത്തികളും ഈ ദേവാലയത്തിൽ പല പ്രോഗ്രാമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വന്ന് സംബന്ധിക്കാൻ, CFയുടേതായ ട്രെയിനിങ് പ്രോഗ്രാമിലും അല്ലാതെയുള്ള ഇടവയുടേതായ സൺഡേ സ്കൂൾ അധ്യാപകരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ടും ഒക്കെയും ഇവിടെ വന്ന് സംബന്ധിക്കാൻ ദൈവം എനിക്ക് നൽകി തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഈ അവസരം നൽകി തന്ന ഇടവ വികാരി അച്ഛനോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളുള്ള നന്ദിയും സ്നേഹം അറിയിക്കട്ടെ. ഈ വർഷം വളരെ സന്തോഷത്തോടെയാണ്, കാരണം ബിജു സാർ എന്നോട് ഇവിടെ ഡയറക്ടറായിട്ട് വരാമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 30 വർഷങ്ങളോളം കർത്താവിൻ്റെ വേലയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പൂർണ്ണസമയം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. പല സഭകളുമായി ബന്ധപ്പെട്ട് BBSുമായി പോകുവാനും സംബന്ധിക്കാനൊക്കെയും ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ CSIയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ താലന്ത് പരിശോധനകളിൽ പല സ്ഥലങ്ങളായിട്ട് കോട്ടയത്തും മുണ്ടിപ്പള്ളിയിലും മാവേലിക്കരയിലും കായംകുളത്തുമായിട്ടൊക്കെയും ജഡ്ജായിട്ട് വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ജഡ്ജായിട്ട് ഞാൻ മത്സരങ്ങൾ വിധി എഴുതുവാൻ, മാർക്കിടാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ BBSായിട്ട് ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ലഭിക്കുന്ന അവസരം തീർച്ചയായിട്ടും ദൈവം തന്ന ഒരവസരമെന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇത് ഏറ്റെടുത്തു. വന്ന ദിവസം മുതൽ തീർച്ചയായിട്ടും ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കാരണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു ടീം അംഗമുണ്ട്. പ്രത്യേകിച്ച് ജേക്കബ് സാറ്, എബി സാറ്, ഫേബ, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആയിരിക്കുന്നവരെല്ലാം നിങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ വളരെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി തന്നു. പ്രാരംഭത്തിൽ നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. അധ്യാപകരും ത്യാഗപൂർവം വന്ന് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനായിട്ട് അവർ സമയം ചെലവഴിക്കുന്നല്ലോ, അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അച്ഛൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ വചന ശുശ്രൂഷയെ ഞാൻ നിർത്തണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ BBSൻ്റെ ചിന്താവിഷയം ജേർണിങ് വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. സഫാരി വൈബ്സ് എന്നുള്ളതാണ് ജേർണിങ് വിത്ത് ക്രൈസ്റ്റ്, യേശുവിനോടൊപ്പമുള്ള യാത്ര എന്നുള്ളതായ വിഷയമാണ് ഇന്ന് ഇവിടെ പറയാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനോട് ആസ്പദമായി ഒരു വേദഭാഗം ഞാൻ വായിച്ചുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടിരുന്നാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. നമ്മളിവിടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യാത്രയാണ്. നാം ഒരു യാത്രയിലായിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ
നമ്മുടെ യാത്ര ആരംഭിച്ചു. പക്ഷേ ഈ യാത്ര എന്ന് അവസാനിക്കുമെന്ന് നാം അറിയുന്നില്ല. ഈ യാത്രയിൽ ഓരോ ദിവസം നമ്മൾ ഓരോ കാൽച്ചുവടുകൾ നാം എടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് ദൈവമാണ് നമുക്ക് കൃപ നൽകുന്നത്. ദൈനംദിനം നടക്കുവാനുള്ളതായ, മുന്നോട്ട് പോകുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിത്തരുന്നു. പക്ഷേ നമ്മുടെ നടപ്പിൽ പ്രത്യേകമായി നമുക്കറിയാം, ഈ ജീവിതയാത്രയിൽ, ഈ നടപ്പിൽ വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി വേണം നാം പോകേണ്ടത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പല തീരുമാനങ്ങൾ നാം എടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നാം ചില വെല്ലുവിളികളൊക്കെ നേരിടുന്നതായ സാഹചര്യമാണ്. ജീവിതത്തിൽ പല വഴിത്തിരിവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതിസന്ധികൾ നാം നേരിടണം. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതായ ഒരു അനുഭവം. അങ്ങനെ ദീർഘമായ ഒരു യാത്രയാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ആയിരിക്കുന്ന പലർക്കും, ഇവിടെ 90 വയസ്സുള്ളവരും, അത് ഏറ്റവും താഴെ നമ്മൾ നോക്കുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ളവർ പോലും ഇവിടെ ഉണ്ട്. നമ്മുടെ വഴിയാത്രയിലൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മുടെ യാത്ര, ജീവിതയാത്ര അത്ര സുഖകരമല്ലായിരുന്നു. ചില സാഹചര്യങ്ങളിൽ നല്ല സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കാം, ആഹ്ലാദിക്കാനുള്ള സമയങ്ങൾ, നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇരുണ്ട അനുഭവങ്ങൾ, കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ, ചോദ്യങ്ങളുടെ അനുഭവങ്ങൾ, വഴിത്താരിയിൽ നാം ഇരുന്ന് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ സംശയത്തോടെ നിൽക്കുന്ന ജീവിത അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യ നടുവിൽ നാം ഇന്ന് പകലിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം യാത്ര ചെയ്യുകയാണോ എന്നല്ല നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ യാത്ര ആരംഭിച്ചു, നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ അവസാനിക്കുമെന്ന് മാത്രം നമുക്കറിയത്തില്ല, പക്ഷേ അതിനൊരു അവസാനമുണ്ട്. എന്നാൽ ഈ യാത്രയുടെ ഒപ്പം നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്? അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടത്. ഇതിൽ പ്രധാനമായ ഒരു വ്യക്തിയായി ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് വളരെ വേഗത്തിൽ തന്നെ 2-3 പോയിൻ്റുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ചിന്തിക്കുകയും ഇതിൽ തുടർന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്കത് എഴുതിയെടുക്കുകയോ നിങ്ങൾക്കത് പഠിക്കുകയും ചെയ്യാം. വളരെ വേഗത്തിൽ എൻ്റെ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. ഒന്നാമതായി ഇവിടെ ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തോടൊപ്പം നടന്നത് ഒരു ദൈനംദിനം ബന്ധമായിരുന്നു ഹാനോക്കിനുണ്ടായിരുന്നു. ഹാനോക്കിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം, ഹാനോക്ക് ദൈവത്തോടൊപ്പം 300 സംവത്സരം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ദീർഘമായ കാലഘട്ടം ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. നമുക്കൊരു വ്യക്തിയോടൊപ്പം നടക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ടൊരു നല്ലൊരു ആഴമായ ബന്ധമുണ്ടായിരിക്കണം. ഒരു സ്നേഹം, ഒരു കരുതൽ. ഒരാളെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒന്നിച്ച് നടക്കുകയുള്ളൂ, കൈ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ശത്രുവിൻ്റെ കൈ നമ്മൾ പിടിച്ച് ഒരിക്കലും നാം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനൊരു കാഴ്ച നാം ഒരിക്കലും കണ്ടിട്ടില്ല. പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, നമ്മളോട് സമമായി ചിന്തിക്കുന്നതും നമ്മളോടൊപ്പം ഒരുപോലെ ആഗ്രഹിക്കുന്നതായ ആൾക്കാരോടൊപ്പം നടക്കാനാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. എന്നാലും അതിനകത്ത് പോലും പലപ്പോഴും ഒരു എന്തുണ്ട്, ഒരു കാലാവധിയുണ്ട്. എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഇടയിലുണ്ടാകുമ്പോൾ അതങ്ങ് മുറിഞ്ഞു പോകും. പക്ഷെ ഇവിടെ ഹാനോക്ക് ദൈവത്തോടൊപ്പം 300 സംവത്സരം, ദീർഘമായ ഒരു സംവത്സരം നടന്നു എന്നുള്ളതാണ്. ജേർണിങ് വിത്ത് ക്രൈസ്റ്റ്, ദൈവത്തോടൊപ്പം നിരന്തരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അടുപ്പമുണ്ടെങ്കിൽ മാത്രം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പമുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമായി അവരോടൊപ്പം സഞ്ചരിക്കുന്നു. അവരെ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു വിള്ളലുണ്ടായാൽ അവിടെ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സ്നേഹമുണ്ടായിരിക്കണം, ഒരു ഐക്യതയുണ്ടായിരിക്കണം. അവിടെ ഒന്നിച്ച് നടക്കത്തക്ക രീതിയിൽ ഒരേ മനസ്സുള്ളവരായിരിക്കണം. ഒന്നിച്ചുള്ള ഒരു സഹവാസം അവിടെ ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന ഒന്ന്, ഹാനോക്ക് ദൈവത്തോടൊപ്പം നിരന്തരമായി നടന്ന ഒരു അനുഭവമായിരുന്നു. നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും, കുഞ്ഞുങ്ങളോട് ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുക, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. 2, ഇവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവത്തോടൊപ്പം നടക്കാൻ
വിശ്വാസം ആവശ്യമാണ്. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഹാനോക്ക് വെറുതെ നടക്കുകയല്ലായിരുന്നു. ഹാനോക്കിനെ വിളിച്ച ദൈവത്തിൽ പരിപൂർണമായുള്ള വിശ്വാസത്തോടെയാണ് ഹാനോക്ക് നടന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പകൽ നമുക്ക് ചിന്തിക്കേണ്ടത്, നാം ദൈവത്തോടൊപ്പം നടക്കുന്നവരാണ്. നാം ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടോ? പലപ്പോഴും നമുക്ക് ചില സമയങ്ങളിൽ ദൈവത്തെ നമ്മൾ സംശയിക്കാറുണ്ട്. ദൈവം വിശ്വസ്തനാണോ? നടത്തുമോ? വാക്ക് മാറുമോ? ഇടയ്ക്ക് ഒറ്റയ്ക്കിട്ടേച്ച് പോകുമോ? നിരാശ അനുഭവം നമുക്കുണ്ടായിട്ടില്ലേ? ഹോസ്പിറ്റലിൽ കിടക്കയിലായിരുന്നില്ലേ? കടഭാരങ്ങൾ കയറിയിട്ടില്ലേ? കുഞ്ഞുങ്ങളെ ഭാവിയോർത്ത് വ്യാകുലപ്പെട്ടിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, ഭവനവുമായി ബന്ധപ്പെട്ട ജപ്തിയുടെ അനുഭവങ്ങൾ, പല പല വിഷയങ്ങൾ നമ്മൾ മുമ്പിൽ വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ അവിശ്വസിച്ച് പോയതായിട്ട് നമുക്കറിയാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തോടൊപ്പം നാം സഞ്ചരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആഴമായ വിശ്വാസത്തെ നമുക്ക് ഒന്ന് ഉടലെടുക്കാം. നമ്മൾ പ്രാർത്ഥിക്കുക ഈ പകൽ, കർത്താവെ ഒരാഴമായ വിശ്വാസത്തെ അങ്ങ് നൽകണം. സംശയിക്കാതെ കർത്താവെ അങ്ങയുടെ കരം പിടിച്ച് ഓരോ ദിവസം യാത്ര ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതൊരു കാര്യം, ഇവിടെ ദൈവത്തോടൊപ്പം നമുക്ക് നടക്കണമെങ്കിൽ വ്യത്യസ്തമായൊരു ജീവിതശൈലി നമുക്കുണ്ടായിരിക്കണം. യേശുവിനൊപ്പം സഞ്ചരിക്കുന്നവർക്കൊരു വ്യത്യസ്ത ശൈലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യൂദായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അവിടെ ഹാനോക്കിനെ പറ്റി പറയുന്നുണ്ട്. ഹാനോക്ക് ദുഷ്ടതയ്ക്കെതിരെ അവന് പ്രവചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ജനക്കൂട്ടം, പാപം ചെയ്ത ജനക്കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കാതെ താൻ വിശുദ്ധനായി വേർപെട്ടുള്ളതായ ഒരു ജീവിതമാണ് ഹാനോക്ക് ജീവിച്ചത്. ഞാൻ പ്രിയ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ, ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ നിങ്ങൾ വിശുദ്ധരായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി, ലോകത്തിന് ഇഴുകിച്ചേരാതെ, ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നീങ്ങാതെ, ലോകം എങ്ങനെ പോകുന്നോ, കൂട്ടുകാരെന്തു പറയുന്നോ, ലോകം എന്താണ് നിങ്ങൾക്ക് മാടി വിളിച്ച് തരുന്നത്, ഇതൊന്നും സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ വഴിയിലും ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുമെങ്കിൽ, നിങ്ങൾ നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തന്നെ തീരും. അതുകൊണ്ട് ഈ പകൽ നമ്മൾ വ്യത്യസ്തരായി തീരണം. വ്യത്യസ്തമായ സ്വഭാവമുള്ളവരായി നാം തീരണം. നമ്മുടെ സംസാരത്തിലൊരു വ്യത്യസ്തത ഉണ്ടാകണം. നമ്മൾ ആരാധന കഴിഞ്ഞ ശേഷം കമ്മിറ്റി കൂടുമ്പോൾ അവിടെ വഴക്കിടുന്നൊരു സ്വഭാവമാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവൻ പഴയതൊക്കെയും കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതിയതായി തീർന്നു. സകലതും, നമ്മൾ പലപ്പോഴും മലയാളികൾ ചിലതൊക്കെയും നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ മാറ്റും. സകലതൊക്കെ നമ്മൾ പുതുതായി, കുറച്ചൊക്കെ പുതുതായി, ബാക്കി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, ആവശ്യം വരുന്നതനുസരിച്ച് പഴയതൊക്കെ എടുത്ത് ഉപയോഗിക്കുവാൻ. അല്ലല്ലല്ല, യേശുവിന് ആയിട്ട് നിന്നിട്ടുള്ളവർ അവർ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ സമയം ഇവിടെ മുമ്പിൽ പോയി തീരാറായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഒരു പോയിൻ്റ് കൂടി ഞാൻ പറയട്ടെ. ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മളിവിടെ ജീവിക്കുന്ന എല്ലാവരും നമ്മൾ അധ്വാനിക്കണം. നമ്മൾ പണമുണ്ടാക്കണം, കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണം, ഭവനം വേണം, എല്ലാം വേണം. പക്ഷേ ഈ ലോകത്തിലെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല നാം ജീവിക്കുന്നത്. നാം എല്ലാവരും ഒരു നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും നാം നിത്യതയെ കാംക്ഷിച്ചാണ്, നിത്യതയെ നോക്കിയാണ് നമുക്കത് പ്രാപിക്കാൻ പോവുകയാണ് ആ നന്മ. അതുകൊണ്ട് ഈ പകൽ നമുക്ക് ആ നിത്യതയിലേക്ക് എത്തണമെങ്കിൽ നാം തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവഹിത പ്രകാരം വിശുദ്ധരായി ദൈവത്തിന് ഇഷ്ടം ചെയ്ത് നാം ജീവിക്കുന്നെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഹാനോക്ക് മരണം അനുഭവിച്ചിട്ടില്ല. ദൈവം ഹാനോക്കിനെ എടുത്തതുകൊണ്ട് ഹാനോക്ക് മരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പകൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, നാം കർത്താവിൽ ആയിട്ടുണ്ടെങ്കിൽ, കർത്താവിനായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ മക്കളായി നാം വിശ്വാസത്തോടെ ജീവിച്ചാൽ, നാം ഈ ജീവിക്കുന്ന ലോകത്തിൽ കഷ്ടതയുണ്ടെങ്കിലും, ക്ലേശമുണ്ടായാലും, നിരാശ വന്നാലും, കഷ്ടതയും നമുക്കില്ലായ്മകളുണ്ടായാലും സാരമില്ല. മറ്റൊരു കുറ്റപ്പെടുത്തിയാലും, ഒറ്റപ്പെടുത്തിയാലും, വേദനിപ്പിച്ചാലും, കുത്തുവാക്ക് പറഞ്ഞാലും സാരമില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ, അന്ത്യം വരെയും വിശ്വസ്തരായി ഞാൻ നിന്നു കഴിഞ്ഞാൽ, എനിക്ക് വിശ്വാസമുണ്ട് മരണശേഷം ഞാൻ എൻ്റെ കർത്താവിനൊപ്പം ഞാൻ കൂടിയിരിക്കും. ഈ പകൽക്കാലം ആ കർത്താവിനൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഇന്ന് വരെ ഈ കർത്താവിനെ രക്ഷകനായി, കർത്താവായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറയട്ടെ, പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശൈലികൾക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇവയൊന്നും കുടുംബത്തിനകത്ത് അസമാധാനം, അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ എൻ്റെ കുടുംബത്തെ അങ്ങ് സന്ദർശിക്കണം, മാത്തടെ മറിയുടെയും ഭവനത്തെ
സന്ദർശിച്ച് സമാധാനം നൽകിയായ കർത്താവെ, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഭവനത്തിനുള്ളിൽ ഉണ്ടാകണം. അങ്ങയുടെ ഒപ്പം സഞ്ചരിപ്പാൻ അങ്ങ് സഹായിക്കണം. അന്ത്യം വരെ വിശ്വസ്തനായി നിൽപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. നിത്യതയിൽ അങ്ങയുടെ ഒപ്പം കാണുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കട്ടെ, ഈ വർഷം എനിക്കിവിടെ ലഭിക്കുന്ന ഈ VBS കിട്ടിയിരിക്കുന്ന ദിവസം കുഞ്ഞുങ്ങളോടൊപ്പം, അധ്യാപകരോടൊപ്പം, വോളണ്ടിയേഴ്സൊപ്പം ഞാൻ നിൽക്കും. പക്ഷേ ഇനിയും ഇവിടെ അവസരം ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഇന്നിവിടെ ഞാൻ കാണുന്ന ഓരോരുത്തരും നിങ്ങളും എന്നോടൊപ്പം നിത്യതയിൽ കാണണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിനാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധരായി, വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ.